സംസ്ഥാനത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കം വർദ്ധിക്കുമ്പോഴും വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ പെടാപ്പാടുപെടുകയാണ് നമ്മുടെ പോലീസ്. ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളോ സൈബർ പോലീസിന് അംഗബലമോ ഇല്ല. നൂറുകണക്കിന് കേസുകളാണ് അന്വേഷണം എങ്ങുമെത്താതെ കെട്ടിക്കിടക്കുന്നത്. അന്വേഷണത്തിന് ഇതര സംസ്ഥാന പോലീസിന്റെ സഹായവും ലഭിക്കുന്നില്ല. ഇതോടെ പരാതിയുമായി രംഗത്ത് വരാനും പലരും മടിക്കുകയാണ്. റിനു ശ്രീധർ എത്തുന്നു നമുക്കൊപ്പം. റിനു ശ്രീധർ, കേസെടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കേസെടുത്തിട്ട് എങ്ങനെ പോയി അന്വേഷിക്കാനാണ്, ഞങ്ങൾക്ക് ആളില്ലല്ലോ എന്ന് സൈബർ പോലീസ് അടക്കം പറയുന്നത് സർക്കാർ കേൾക്കുന്നില്ലേ? തട്ടിപ്പ് കൂടുമ്പോൾ അതിനനുസരിച്ച് സേനയിലും അംഗബലം കൂട്ടേണ്ടതല്ലേ? സുജയ, ഓരോ ദിവസവും വലിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളാണ് നടക്കുന്നത്. മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഈ മണ്ടന്മാരായിട്ടുള്ള മലയാളികൾ ഈ തട്ടിപ്പിനിരയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുമ്പോഴും പോലീസിന് ചില പരിമിതികൾ ഇതിലുണ്ട്. സാങ്കേതികപരമായിട്ടുള്ള പരിമിതികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഒപ്പം സൈബർ പോലീസിൽ വേണ്ടത്ര അംഗബലം ഇല്ല, അംഗസംഖ്യ ഇല്ല എന്നുള്ളതാണ്. ഇത്തരം ഓരോ ദിവസവും നൂറുകണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് പോലീസ് സേനയിൽ സൈബർ വിഭാഗത്തിൽ വേണ്ടത്ര അംഗബലമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം സാങ്കേതിക സംവിധാനത്തിന്റെ പരിമിതിയുമുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനത്തു നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മലയാളികൾ വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ അന്യ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസുകൾ, അവിടുത്തെ സ്റ്റേറ്റ് പോലീസിന്റെ ഒരു നിസ്സഹകരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതാണ്. ചില സംസ്ഥാനങ്ങളിലെ പോലീസ് നന്നായി സഹകരിക്കുന്നുണ്ടെന്നും സൈബർ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അംഗസംഖ്യയും അംഗബലവുമാണ് എന്നുള്ളതാണ്. നൂറുകണക്കിന് കേസുകൾ സംസ്ഥാനത്തെ സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വീഴ്ചയുണ്ട്. ഇത്തരത്തിലുള്ള സ്കാമുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അതിനെ തടയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ നൽകുന്നതിൽ ഇന്റലിജൻസ് സംവിധാനത്തിന് വീഴ്ചയുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള പരാതികളുമായി അല്ലെങ്കിൽ പരിഭവങ്ങളുമായി മുന്നോട്ട് വരുവാൻ പലരും മടിക്കുന്നുണ്ട്. പലരുടെയും കള്ളപ്പണങ്ങളാണ് ഇത്തരത്തിൽ തട്ടിച്ച് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിലെ ശിക്ഷാ സംവിധാനമാണ്. കാരണം ഈ 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസാണ്. ചീറ്റിങ്ങും അതുപോലെ തന്നെ സൈബർ തട്ടിപ്പുമാണ് ഇതിൽ വകുപ്പുകളായി വരുന്നത്. പക്ഷേ ഇത് അത്ര ഗുണകരമാണോ, കടുത്ത ശിക്ഷാ നടപടിയാണോ എന്നുള്ളത് നിയമവിദഗ്ധർ തന്നെ പരിശോധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് തട്ടിപ്പ് എന്നുള്ളത് നോക്കിയാണ് അതിൽ ശിക്ഷ വിധിക്കുന്നത്. അതിൽ ഭൂരിഭാഗം കേസുകളിലും ഈ തൊണ്ടി മുതൽ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പണങ്ങൾ കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിനാകുന്നില്ല. പ്രതികളെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ തട്ടിപ്പ് സംഘത്തിന് വളരാനും സാധ്യത നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സംസ്ഥാനത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പ് കേസുകളിലെ അന്വേഷണത്തിൽ ചില പരിമിതികൾ പോലീസ് സേനയ്ക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അസൗകര്യങ്ങൾ നമ്മുടെ ഈ അന്വേഷണ സംവിധാനത്തിനുള്ളപ്പോൾ എങ്ങനെയാണ് അന്വേഷണം പൂർത്തിയാക്കാനും നീതി ഉറപ്പാക്കാനും സാധിക്കുക? പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്.